സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേസ് ദുർബലപ്പെടുമെന്ന് ആശങ്ക ശക്തം. പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ക്രിമിനൽ ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകൾ ഇല്ലെന്നതാണ് ഇതിന് കാരണം. കൊലപാതക ശ്രമം പോലും ചുമത്തിയിട്ടില്ല. സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയാണെങ്കിൽ പോലും ഹോസ്റ്റലിലുണ്ടായ ക്രൂരമർദ്ദനം കൊലപാതക ശ്രമത്തിന് സമാനമാണ്. ഭക്ഷണവും വെള്ളവും പോലും നൽകിയില്ലെന്നതും ഗുരുതരമാണ്. എന്നാൽ പ്രതികൾക്കെതിരെ മുറിവേൽപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു തുടങ്ങിയ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന മരിച്ച സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പോലീസിന്റെ എഫ്ഐആർ. സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാകുന്നതിന് കാരണക്കാരിയായ പെൺകുട്ടി പ്രതിയുമല്ല. ഇതെല്ലാം കേസിലെ അട്ടിമറിക്കാനുള്ള നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഒരു സംഘം ആളുകൾ അവരുടെ അലിഖിത നിയമമനുസരിച്ച് ഹോസ്റ്റലിൽ പ്രവർത്തിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതക സാധ്യതയും പരിശോധിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. സിദ്ധാർത്ഥിന്റെ ആന്തരിക അവയവങ്ങൾക്ക് അടക്കം മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചാണ് മർദ്ദിച്ചത്. ഇതിൽ ഗൂഢാലോചന കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് വിചിത്രം. എന്നാൽ ഒരു പെൺകുട്ടിയുടെ പരാതിയെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഈ പരാതിയെ തുടർന്നുള്ള ഗൂഢാലോചന തന്നെയാണ് സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കാൻ കാരണം. റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുന്നതിനാൽ കേസ് ദുർബലപ്പെടില്ലെന്നാണ് പോലീസിന്റെ വാദം. കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ടെന്നും അതിനുശേഷം കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുമെന്നും പോലീസ് പറയുന്നു. അതേസമയം കോളേജിലെ പീഡനങ്ങൾ മുൻ PTA പ്രസിഡന്റ് കുഞ്ഞാമുവും ശരിവെച്ചു. SFIക്ക് ക്യാമ്പസിൽ കോടതി മുറിയുണ്ടെന്ന് കുഞ്ഞാമു പറഞ്ഞു. KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിന്റെ അവസാനത്തെ ബലിയാടാണ് സിദ്ധാർത്ഥ്. SFIയിൽ ചേരാൻ വിസമ്മതിച്ച മകനെ കൊണ്ട് ഹോസ്റ്റൽ മുറിയിൽ മകന്റെ ചോര കൊണ്ട് SFI സിന്ദാബാദ് എന്ന് എഴുതിച്ചു. റാഗ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മകനെ SFIയിൽ അംഗത്വമെടുപ്പിച്ചു. മകന്റെ പഠനം മുടങ്ങുമെന്ന് ഭയന്നാണ് അന്ന് പ്രതികരിക്കാതിരുന്നതെന്നും കുഞ്ഞാമു വിശദീകരിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് SFI അക്രമത്തിന്റെ കൂത്തരങ്ങായിരുന്നുവെന്നും അക്രമം പതിവായതിനാൽ അത് തടയാൻ CCTV സ്ഥാപിക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും വ്യക്തമാക്കുകയാണ് കുഞ്ഞാമു. ഹോസ്റ്റൽ SFIയുടെ ചെങ്കോട്ടയായിരുന്നുവെന്നും ഒരു രാഷ്ട്രീയവുമില്ലാത്ത ആൾക്കാരെ പോലും നിർബന്ധിച്ച് SFI ആക്കുന്ന സാഹചര്യമായിരുന്നു ക്യാമ്പസിലെന്നും പറഞ്ഞു. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മുറിയിൽ ചെഗുവേരയുടെ ചിത്രം സ്ഥാപിക്കുന്നതും നിർബന്ധിച്ച് അനുകൂല മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും പതിവാണ്. ഈ വെളിപ്പെടുത്തലോടെ SFIയിൽ ഉൾപ്പെട്ട 1-2 ആൾക്കാർ എന്ന പാർട്ടിയുടെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ചെഗുവേരയുടെ ഫോട്ടോ, ലെനിന്റെ ഫോട്ടോ എന്നിവ ജൂനിയേഴ്സിന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കും. കൂടാതെ ജൂനിയേഴ്സിനെ നിയന്ത്രിക്കുന്നത് മൊത്തം SFIയുടെ നേതാക്കൾ. അന്നത്തെ വൈസ് ചാൻസലർ ഈ വിഷയത്തിൽ വളരെ എതിർപ്പുള്ള ഒരാളായിരുന്നു. അന്നത്തെ ഡീൻ SFIയുടെ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ 2011-2014 കാലഘട്ടത്തിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഹോസ്റ്റലിന്റെ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. ഹോസ്റ്റൽ അറിയപ്പെടുന്നത് തന്നെ ചെങ്കോട്ട എന്നായിരുന്നുവെന്നും കുഞ്ഞാമു വ്യക്തമാക്കി.